നമുക്ക് ദാൽ പഠിക്കാം. ദാൽ, ദാലിന് ഫത്തഹ് ഇടുമ്പോൾ ദാ, ദാൽ എഴുതി കിസറിടുമ്പോൾ ദി. മുകളിൽ തുടങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് അടിവശം വരേണ്ടത്. കാരണം കണ്ടോ, രണ്ടും ഒരേ നിരപ്പിനല്ല വരാനുള്ളത്. ദി, ദു, ലമ്മിട്ടപ്പോൾ ദു. അടുത്ത് നോക്ക്, ദാൽ എഴുതി ഒരു അലിഫും കൂടെ കൊടുക്കുമ്പോൾ ദാ. ദാലിൻ്റെ കൂടെ അലിഫ് ചേർത്ത് എഴുതിയപ്പം എന്തുകൊണ്ടാണ് എഴുതാത്ത ചേർത്ത്? നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു 3-4 അക്ഷരങ്ങളുടെ കൂടെ മറ്റൊരക്ഷരം ചേർത്ത് എഴുതില്ല. പക്ഷേ ഈ ദാൽ വേറൊരു അക്ഷരത്തോട് ചേർത്ത് എഴുതും, ദാലിനോട് മറ്റൊരക്ഷരം ചേർത്ത് എഴുതില്ല. ദാൽ കഴിഞ്ഞെഴുതത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദാലിന് കഴിഞ്ഞ് അലിഫ് പ്രത്യേകം എഴുതിയിരിക്കുന്നു, യാ പ്രത്യേകം എഴുതിയിരിക്കുന്നു. അതുപോലെ ദൂ എന്നെഴുതിയപ്പോൾ കണ്ടോ, ദാലിട്ട് വാവ് ലമ്മ് ദൂ. ഇത് രണ്ടും ദാലിനോട് ചേർത്ത് എഴുതിയിട്ടില്ല. കണ്ടോ. അടുത്തത് നോക്ക്, ദൻ. ദാല് ഫത്തഹ് തൻവീൻ ദൻ. ദാല് കിസ്ർ തൻവീൻ ദിൻ. ഈ ദൻ, ദിൻ, ദുന്നൊക്കെ വരുന്നത് വലിയ വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴേ പഠിക്കാൻ പറ്റൂ. ഈ ഓരോ ചിഹ്നം തന്നെ ഒരു വാക്കിൻ്റെ അർത്ഥവ്യത്യാസം വരും. ദൻ, ദിൻ എന്നൊക്കെ വരുമ്പം ആ വാക്കിന് അർത്ഥവ്യത്യാസം ഇൻ്റെ ഇവിടെ എന്നൊക്കെ പറയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള അവളെ, അവനെ, അല്ലെങ്കിൽ അത് പറയാം. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അക്ഷരം പഠിക്കുന്നവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ ദൻ, ദിൻ, ദുന്നൊക്കെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി വെച്ചേക്കണം. അതിനാണ് ഇത് വീണ്ടും പറയുന്നത്. അപ്പോൾ ആ ദൻ, ദിൻ, ദുന്നൊക്കെ എഴുതാൻ പഠിക്കണം. അടുത്ത് നോക്ക്, ദൗ. ദാല് വാവ് സുക്കൂൻ ദൗ. അടുത്ത് നോക്ക്, ദാല് യാ സുക്കൂൻ ദൈ. കണ്ടോ, ദാലിൻ്റെ കൂടെ ദാല് കഴിഞ്ഞ് വേറൊരു അക്ഷരം ചേർത്ത് എഴുതാത്തതുകൊണ്ടാണ് ഇവ മാത്രം സെപ്പറേറ്റ് എഴുതുന്നത്. ദം. കണ്ടോ. അടുത്ത നോക്ക്, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, യാ എന്ന അക്ഷരത്തിനോട് ദാല് ചേർത്ത് എഴുതാം. അപ്പോൾ ദാല് തൊട്ട് മുന്നിലുള്ള അക്ഷരത്തോട് ചേർത്ത് എഴുതും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ യാ മറ്റക്ഷരത്തോട് ചേർത്ത് എഴുതുമ്പോൾ അങ്ങനെ എഴുതത്തുള്ളൂ. കണ്ടോ, മണ്ടയിൽ ആ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നത് എഴുതത്തില്ല. യദുൻ. കണ്ടോ, യാ എഴുതിയിട്ട് ദാല് കുറച്ച് മുകളിലോട്ട് ചേർത്താണ് എഴുതുന്നത്. ബായും ദാം കൂടെ ചേർത്ത് എഴുതുന്നത് നോക്ക്. അടുത്തത് ബാ എഴുതി മുകളിലോട്ട് ചേർത്ത് ഈ അക്ഷരത്തിന് മുകളിൽ വരണം ദാ. അതായത് ഒരേ ലൈനിൽ വരരുത് ബായും ദാവും തമ്മിലുള്ളത്. പിന്നെ ദാലിനോട് വേറൊന്നും ചേർത്ത് എഴുതത്തില്ല. തൊട്ടടുത്ത അക്ഷരം സെപ്പറേറ്റ് ആയിട്ട് എഴുതും. അടുത്ത് നോക്ക്, കാഫും ദാലും കൂടെ ചേർത്ത് എഴുതുന്നത്. കാഫ് മുകളിലോട്ട് കയറ്റി വേണം ദാ എഴുതാൻ. കണ്ടോ. അടുത്തത് റായിനോടും ദാല് ചേർത്ത് എഴുതില്ല. അപ്പം ബാ, റാ, ദാ ഇത് മൂന്നും കൂടെ ചേർന്നപ്പം വന്ന വാക്ക് കണ്ടോ. അടുത്തത് ദാലും ആയും. ദ ആ വാക്കുകൾ നമുക്ക് പഠിക്കുമ്പോൾ അത് പഠിക്കുക. അപ്പോൾ അക്ഷരം കൂട്ടി എഴുതുന്നത് നോക്കിയൊന്ന് മനസ്സിലാക്കിയത്. ദാ, ദി, ദു, ദാ, ദി, ദു, ദൻ, ദിൻ, ദുൻ, ദൗ, ദൈ, ദം. പിന്നെ യായും ദായും കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്ന നോക്കുക. ബാ ദായും കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്ന, കാഫും ദായും കൂടെ ചേർത്ത് എഴുതി.